ഹായ് വെൽക്കം ബാക്ക്. അധികം അലങ്കാരങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ബ്ലർബ് റൈറ്റിംഗ്. ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അധികം ഒന്നും കേട്ടിട്ടില്ലെങ്കിലും ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ കാര്യമാണ്. വളരെ സിമ്പിളാണെന്ന് മാത്രമല്ല, വളരെ കുറച്ച് എഴുതിയാൽ തന്നെ നമുക്ക് ആവശ്യത്തിലധികം മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ബ്ലർബ് റൈറ്റിംഗ്. ഇത് എന്തായാലും ചോദിച്ചിരിക്കും, കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലർബ് റൈറ്റിംഗ് നമ്മൾ പഠിച്ചു വെക്കുന്നത് ரொம்ப ഇമ്പോർട്ടൻറ്റ്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, ഒരു ഉദാഹരണത്തിനായിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. പ്രിപ്പയർ എ ബ്ലർബ് ഫോർ ഹൊറിഗല്ലു ആൻഡ് അതർ സ്റ്റോറീസ് ബൈ സുധാമൂർത്തി. സുധാമൂർത്തിയുടെ ഹൊറിഗല്ലും മറ്റു കഥകളും ചേർത്തുകൂടെ ഒരു ബുക്ക് ഉണ്ടാക്കുകയാണ്. ആ ബുക്കിന്റെ ബ്ലർബ് റൈറ്റിംഗ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ എന്ത് മാങ്ങാത്തുലിയാണ് ഈ ബ്ലർബ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്നുമില്ലടോ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിലേ അതിൻ്റെ പുറകു വശത്തായിട്ട് ആ പുസ്തകം എന്തിനെ കുറിച്ചുള്ളതാണ്, ആരെക്കുറിച്ചുള്ളതാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് അത് വായിക്കാൻ എടുക്കുന്ന ആൾക്കല്ലേ അത് വായിക്കാൻ തോന്നിപ്പിക്കുന്ന വിധം ഒരു കുറിപ്പ് എഴുതുന്നതിനെയാണ് ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊരു പുസ്തകം, നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ബുക്ക് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ബ്ലർബ് റൈറ്റിംഗ് ഇതിനോടകം വായിച്ചിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. ഒരു ഒന്നരയൊക്കെ എന്ന് പറയുന്നത് മാക്സിമം ആണ്. ഒരു 1-1.5 പാരഗ്രാഫ് എഴുതിയാൽ തന്നെ നമ്മുടെ ബ്ലർബ് റൈറ്റിംഗ് കംപ്ലീറ്റ് ആയി. സോ സാധാരണഗതിയിലല്ലേ ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ് പറയാറുള്ളത് 3 ടൈപ്പ് കുട്ടികളുണ്ടാവും. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നവർ, കുറച്ച് കൺഫ്യൂഷൻ ഉള്ളവർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തവർ. ഈ 3 ടൈപ്പ് ഓഫ് ആൾക്കാർക്കും ഞാനൊരു 3 തരത്തിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, സിസ്റ്റമായിട്ട് കയ്യിൽ എല്ലാം പഠിക്കുന്ന ആൾക്കാരില്ലേ, ഈ 6 കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഒന്ന്, ആ പുസ്തകത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. 2, അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് സിനോപ്സിസ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. 1-2 വരി മതി. 3, അതിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൊറിഗല്ലുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ചോദ്യത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഹിന്റുകൾ തന്നിട്ടുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പിന്നെ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ അതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ അതെല്ലാം കൂടെ ചേർത്ത് ഒരു ബ്ലർബ് ആക്കിയാൽ മതി. പിന്നെ സെൻട്രൽ കോൺഫ്ലിക്റ്റ്, അതിൽ ഇപ്പോൾ നമ്മുടെ ഹൊറിഗല്ലുവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഗ്രാൻഡ് ഫാദർ, രത്ന, അവർ തമ്മിലല്ല അവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റുകൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ കഥ പറയുന്നത്. സോ അതുപോലെ തന്നെ അതിനൊരു ഇമോഷണൽ ടോൺ ഉണ്ടാവും. എന്ത് വൈകാരികമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ടാവും. സങ്കടത്തിലാണോ സന്തോഷത്തിലാണോ, എന്താണ് അതിൻ്റെ ഒരു വൈകാരികമായ ടോൺ എന്താണെന്നുള്ളത് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇത് ആളുകളിൽ വായിപ്പിക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ബ്ലർബ് റൈറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളല്ല, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നുമല്ല പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ബ്ലർബ് റൈറ്റിംഗ് എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ആദ്യം ഇൻട്രൊഡക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇൻട്രൊഡക്ഷൻ വളരെ ചുരുക്കിയിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ അവിടെ നമ്മൾ ഡിസ്കവർ ദിസ് ബുക്ക് എന്ന് പറയുമ്പോൾ ആ ബുക്കിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ഏതാണോ ബുക്ക്, ഹൊറിഗല്ലു ആൻഡ് അതർ സ്റ്റോറീസ് ആണെന്നുണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ പേര് കൊടുക്കുക. ഡിസ്കവർ എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊന്നും വായിച്ചു നോക്കൂ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ നോക്കൂ എന്നുള്ള രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ വായനക്കാരിലേക്ക്. എന്നിട്ട് നമ്മുടെ ഓഥറിൻ്റെ പേര് കൊടുക്കുക. ഇതിന് ശേഷമല്ലേ എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓഥേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സിഗ്നിഫിക്കൻസ്. നിങ്ങൾക്ക് സുധാമൂർത്തിയെ കുറിച്ച് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിലേ ഈ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ പറയാം. ഇതിൽ തന്നെ നമുക്ക് ബുക്കിനെയും ഓഥറിനെയും നമുക്ക് അങ്ങോട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബുക്കിനെ നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി ഭൂരിഭാഗം കേസുകളിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ എന്തെങ്കിലും ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ ഓഥറിനെ കുറിച്ച്, അതങ്ങോട്ട് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി സിനോപ്സിസ് എന്ന് വെച്ചാലല്ലേ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് എഴുതാം. എന്ത് രീതിയിൽ എഴുതാം? ദിസ് കമ്പല്ലിംഗ് കളക്ഷൻ ഓഫ് ബുക്ക്, അല്ലെങ്കിൽ നോവൽ, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ് നമ്മുടെ സുധാമൂർത്തിയുടെ ഇത് കേട്ടോ, അങ്ങനെ പറയാം. into a concise statement about the themes, setting and nature of the stories of the content. എന്ന് വെച്ചാൽ ഇങ്ങനെ തുടങ്ങിയിട്ടില്ലേ ആ കഥയിൽ എന്തൊക്കെയാ തീമുകൾ പറയുന്നത്, അത് എവിടേക്കാണ് നടക്കുന്നത്, സെറ്റിംഗ് എന്ന് വെച്ചാൽ എവിടേക്കാണ് നടക്കുന്നത്, ഈ കഥകളുടെ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് പറയാം. നേച്ചർ ഓഫ് ദ സ്റ്റോറീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ സുധാമൂർത്തിയുടെ കഥ പറയുകയാണെങ്കിൽ ഭയങ്കര എംപതിയെ കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ലിസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു സേഫ് സ്പേസ് ആയിട്ട് മാറുന്നതിനെ കുറിച്ച് പറയുന്ന ഇത്തരം തീമുകൾ പറയുന്ന ഒരു കഥയാണ് നമ്മുടെ സുധാമൂർത്തിയുടെ ഹൊറിഗല്ലു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനോപ്സിസിൽ വരേണ്ടത്. ഇനി അതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെ നമുക്ക് എങ്ങനെ പരിചയപ്പെടുത്താം? മീറ്റ് എന്ന് പറഞ്ഞിട്ട് മീറ്റ് ഇന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ? നമ്മുടെ രത്നയെ കുറിച്ച് പറയാം, നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയാം. എന്നിട്ട് അവരെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, ആ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവം എന്തൊക്കെയാണെന്നുള്ളതും, അതുപോലെ തന്നെ ഈ കഥയിലുള്ള റിലേഷൻഷിപ്പുകൾ, അവർ മറ്റുള്ള ക്യാരക്ടേഴ്സുമായിട്ട്
ആളുമായുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാം. പിന്നെ ഇതിലുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാം? എക്സ്പ്ലോർ ദ സ്റ്റോറി ഓർ ഇൻസൈറ്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഇമോഷണൽ അപ്പീൽ ആൻഡ് ഇന്റലക്ച്വൽ എൻഗേജ്മെന്റ് ഓഫ് ദ ബുക്ക്. ഈ ഇന്റലക്ച്വൽ എന്നുള്ള പേരൊക്കെ കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, അതിലുള്ള ഒരു ഇമോഷനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. അതിലുള്ള എംപത്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹുറിഗല്ലൂല് പറയുന്നത്. അപ്പോൾ എന്ത് തരം ഇമോഷനെ കുറിച്ചിട്ടാണ്? ഇനിയിപ്പോൾ അതൊരു പ്രേത കഥയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഇമോഷൻ എന്ന് പറയുന്നത് പേടിയാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സന്തോഷം ഉണ്ടാക്കുന്ന, ഒരു സങ്കടം ഉണ്ടാക്കുന്ന, അതിൻ്റെ ഒരു ഇമോഷണൽ ടോൺ എന്താണെന്നുള്ളത് പറയാം. പിന്നെ റീഡർ എൻഗേജ്മെൻറ്റും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൾ ടു ആക്ഷനും ഒരുമിച്ച് എഴുതാം. എന്ന് വെച്ചാലില്ലേ, ഈ പുസ്തകം എടുക്കുന്ന ആൾക്ക് ഇത് വായിക്കാൻ തോന്നണം. അതാണ് നമ്മുടെ ഇതുണ്ടാക്കുന്നത്. ഇന്ന ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് പറയാം. പെർഫെക്റ്റ് ഫോർ ഫാൻസ് ഓഫ് ജോൺറ ഓർ സിമിലർ ഓതേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന തരം പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് വേണമെന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, ഈ റീഡേഴ്സ് എൻഗേജ്മെൻറ്റ് ഒഴിവാക്കാം. പക്ഷേ ഈ കോൾ ടു ആക്ഷൻ നമുക്ക് എന്തായാലും കൊടുക്കണം. ഇത് നിങ്ങൾ ഇത് വായനക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ അവർക്കൊരു കൗതുകം തോന്നണം ഇത് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ. ഇമ്മേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ അതിലേക്ക് മുഴുകുക എന്നുള്ളതാണ്. ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ഓതേഴ്സ് നെയിം, ഈ ഓതറിൻ്റെ വേൾഡ്. ഈ ഓതറാണ് നമുക്ക് ഇങ്ങനെ ഒരു ലോകം കാണിച്ചു തരുന്നത്. അയാളുടെ ലോകത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ആൻഡ് ഡിസ്കവർ വൈ എ കമ്പല്ലിംഗ് റീസൺ ടു റീഡ് ദ ബുക്ക്. കമ്പല്ലിംഗ് റീസൺ എന്ന് വെച്ചാൽ ഇത് വായിക്കാനുള്ള എന്താണ് കാരണം, എന്തുകൊണ്ട് ഇത് ആൾക്കാർ വായിക്കണം എന്നുള്ള ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാലല്ലേ നമ്മുടെ ബ്ലർബ് റൈറ്റിംഗ് വൃത്തിക്ക് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇതും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വൃത്തിക്ക് വേറെ ഒരു ടെംപ്ലേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരാണ്. ആ മൂന്നാമത്തെ ടൈപ്പിലാണ് നിങ്ങൾ പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ PPT ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതിയാവും. അതിൻ്റെ കംപ്ലീറ്റ് PPT ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. സോ ബ്ലർബ് റൈറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.